ഡൊമിനിക്കേ, മോനെ ഡൊമിനിക്കേ, ഡൊമിനി. ഷോ, ഇവൻ എവിടെ പോയി? വിശുദ്ധ ഡൊമിനിക് സാവിയോ പടിഞ്ഞാറൻ ഇറ്റലിയിലെ ടോറിനടുത്തുള്ള റിവ എന്ന ഗ്രാമത്തിൽ ഏപ്രിൽ 2, 1842 മിസ്റ്റർ ചാൾസിന്റെയും മിസിസ് ബ്രിജിത സാവിയുടെയും 11 മക്കളിൽ രണ്ടാമത്തവനായി ജനിച്ചു. ചെറുപ്പം മുതലേ അവൻ നന്നായി പ്രാർത്ഥിക്കുവാൻ പഠിച്ചു. ഡൊമിനിക് എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകുമായിരുന്നു. വെളുക്കുന്നതിന് മുമ്പേ അവൻ പള്ളിയിലെത്തും. വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ വൈകിയാണല്ലോ എത്തിയത്. പ്രാർത്ഥിക്കാൻ സമയത്തിന് എത്തണം കേട്ടോ. ഡൊമിനിക് ഒരു ദിവസവും പള്ളിയിലെ കുർബാനയോ മറ്റു പ്രാർത്ഥനാ കർമ്മങ്ങളോ മുടക്കുമായിരുന്നില്ല. അമ്മേ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഞാൻ സഹായിക്കാം. വാ മോനെ, നമ്മുടെ അങ്കിളും ആൻറ്റിയും വരുന്നുണ്ട്. അതിനു മുൻപ് നമുക്ക് കുറച്ച് ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മോനെ, അതിനിടയിൽ എന്നെ കൂടെ ഒന്ന് സഹായിക്കണം കേട്ടോ. ഈ സാധനങ്ങൾ അപ്പുറത്തേക്ക് ഒന്ന് കൊണ്ടുവയ്ക്കണം. എല്ലാവരും വന്നേ, നമുക്ക് ചായ കുടിക്കാം. കഴിക്കാൻ വരട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചില്ലല്ലോ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഭക്ഷണം ദൈവം ആശീർവദിക്കാതെ എങ്ങനെയാണ് നാം അത് കഴിക്കുന്നത്? മോനെ മിടുക്കൻ, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ ഓർമ്മിപ്പിച്ചല്ലോ. ഒരു ദിവസം അതിഥിയോടൊപ്പം ഭക്ഷണത്തിനിരിക്കുകയായിരുന്നു. മോനെ, എന്തുപറ്റി? ഭക്ഷണം കഴിച്ചു തുടങ്ങും മുൻപേ നീ പ്രാർത്ഥിക്കാതെ മൃഗങ്ങളെ പോലെ ഭക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെ ഭക്ഷണത്തിനിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ആരാണ് ഇവിടെ ബഹളം വെച്ചത്? നീയാണോ അവിടെ ബഹളം വെച്ചത്? നിനക്ക് മറുപടിയില്ല? Get out. നീ എന്തിനാണ് കുറ്റം സ്വയം ഏറ്റെടുത്തത് മോനെ? സാർ, ഞാൻ മൗനമായി കുറ്റം ഏറ്റുവാങ്ങിയത് മറ്റുള്ളവരെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. നിർത്തൂ. ഈശോ നിഷ്കളങ്കനായിരുന്നു. ക്രൂശിൽ അവിടുന്ന് മരിച്ചത് എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ടാണ്. ആരോടും പ്രതികാരം ചെയ്തില്ല. നിന്റെ ആ കല്ലുകൊണ്ട് ആദ്യം എന്നെ എറിയുക. ഞാനെന്തിനു നിന്നെ അറിയണം? നീ എന്റെ സുഹൃത്തല്ലേ? എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ ദ്രോഹിക്കാൻ സാധിക്കുകയില്ല. എന്നേക്കാൾ അധികമായി നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ നിങ്ങൾ വേദനിപ്പിക്കുന്നത് എന്ത്? 3 കിലോമീറ്ററോളം നടന്നാണ് ഡൊമിനിക് സ്കൂളിൽ പോയിരുന്നത്. കുട്ടി നിൽക്കൂ, നിനക്ക് ഭയമല്ലേ ഒറ്റയ്ക്ക് നടക്കാൻ? ഞാനൊരിക്കലും തനിച്ചല്ലോ സാർ. എന്റെ കാവൽ മാലാഖ എപ്പോഴും എന്റെ കൂടെയുണ്ട്. നിനക്ക് 2 നേരം ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ക്ഷീണം തോന്നാറില്ലേ? എനിക്കെന്റെ യജമാനൻ നന്നായി കൂലി തരുമല്ലോ. ആരാണ് നിന്റെ യജമാനൻ? ദൈവം. അല്ലാണ്ടാര്? ദൈവത്തെ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ദൈവം നന്നായി കൂലി തരും. അന്നൊക്കെ 7-ാം വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ അനുവദിച്ചിരുന്നതല്ല. എന്നാൽ ഡൊമിനിക്കിന്റെ അതിയായ ആഗ്രഹം മൂലം അതിന് അച്ഛൻ അനുവാദം കൊടുക്കുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ അവന് സന്തോഷം അടക്കി നിർത്തുവാൻ കഴിഞ്ഞില്ല. അമ്മേ, ഞാൻ ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പോവുകയാണ്. മോന് സന്തോഷമായോ? അമ്മേ, എന്റെ കഴിഞ്ഞ കുറ്റങ്ങളൊക്കെ ദയവായി എന്നോട് ക്ഷമിക്കണം. മേലിൽ ഞാൻ നന്നായി പഠിച്ചോളാം. മുതിർന്നവരെ ഞാൻ കൂടുതൽ ബഹുമാനിക്കും. അപ്പച്ചനെയും അമ്മച്ചയെയും ഞാൻ കൂടുതൽ ബഹുമാനിക്കും. ക്ലാസ്സിൽ ഞാൻ നന്നായി പഠിച്ചോളാം. അമ്മ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. 7-ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച ഡൊമിനിക് തൻ്റെ ആദ്യ കുർബാന ദിവസം ഒരു ചെറിയ പുസ്തകത്തിൽ 4 വാഗ്ദാനങ്ങൾ എഴുതി വെച്ചു. ആ വാഗ്ദാനങ്ങൾ ഇവയായിരുന്നു: ദൈവം എന്നെ കുമ്പസാരിക്കാൻ അനുവദിക്കുന്നിടത്തോളം കാലം ഞാൻ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. ഞായറാഴ്ചയും കടപ്പെട്ട ദിവസങ്ങളും ഞാൻ പ്രത്യേകമായി ആചരിക്കും.
യേശുവും മറിയവുമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യുകയില്ല. ഈ പ്രതിജ്ഞകളാണ് അദ്ദേഹത്തെ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് നയിച്ചത്. ഡൊമിനിക് തൻ്റെ 12-ാം വയസ്സിൽ സുപ്രധാനമായൊരു തീരുമാനമെടുത്തു. അന്ന് വിശുദ്ധ ഡോൺ ബോസ്കോ നടത്തിക്കൊണ്ടിരുന്ന ഒറട്ടോറിയത്തിൽ ചേർന്ന് പഠിക്കുവാൻ തീരുമാനിച്ചു. ഒരു വൈദികനാവുക എന്നതായിരുന്നു അവൻ്റെ ഉറച്ച തീരുമാനം. ഞാൻ കടന്നു വന്നോട്ടെ ഫാദർ? വരൂ ഡൊമിനിക്, അടുത്തേക്ക് വരൂ. ഇതിന്റെ അർത്ഥം എന്താണ് ഫാദർ? നീ നിന്റെ ആത്മാവിനെ തരിക, മറ്റുള്ളതെല്ലാം എടുത്തു മാറ്റുക. എനിക്കെല്ലാം മനസ്സിലായി ഫാദർ. എന്റെ സമ്പത്തോ മറ്റു സൗഭാഗ്യങ്ങളോ അല്ല ദൈവത്തിന് വേണ്ടത്, മറിച്ച് എന്റെ ആത്മാവാണ്. ഞാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഫാദർ. ഡോൺ ബോസ്കോ ഒരു പുണ്യവാളനായി മാറി. ആ വൈദികന്റെ പുണ്യപ്രവർത്തികളും വാക്കുകളും ഡൊമിനിക്കിനെ കൂടുതൽ ആഴത്തിൽ സ്വാധീനിച്ചു. ഓരോരുത്തരും പുണ്യവാനാകാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഡോൺ ബോസ്കോയുടെ ഒരു പ്രഭാഷണം അവന്റെ ഉള്ളിൽ തറഞ്ഞു കയറി. ഈ പ്രഭാഷണത്തിന് ശേഷം ഒരു ദിവസം ഡൊമിനിക് അദ്ദേഹത്തിനെ കാണാൻ വീണ്ടും ചെന്നു. ഞാൻ കടന്നു വന്നോട്ടെ ഫാദർ? വന്നോളൂ ഡൊമിനിക്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫാദർ, ഒരു വിശുദ്ധനാകാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം? കൂട്ടുകാരെ നല്ലവരാക്കാൻ സഹായിക്കുക. ശരി ഫാദർ. ഡോൺ ബോസ്കോയുടെ കൂടെ നിന്ന് അവൻ കൂടുതൽ നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ തുടങ്ങി. വൃദ്ധരെയും രോഗികളെയും അവൻ ശുശ്രൂഷിച്ചു. ഒഴിവു സമയങ്ങളിൽ പ്രാർത്ഥനയോടൊപ്പം തന്നെ മറ്റാതുര സേവനങ്ങളിലും അവൻ കൂടുതൽ ശ്രദ്ധ വെച്ചു. കൂടെ കൂടെ ഓറട്ടോറിയം വൃത്തിയാക്കുന്ന ജോലികൾ അവൻ സ്വയം ഏറ്റെടുത്ത് ചെയ്തു. എത്ര ക്ഷീണിച്ചാലും അവൻ തൻ്റെ കടമകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല. തോട്ടത്തിലും പറമ്പിലും ചെയ്യേണ്ടുന്ന പല ജോലികളും അവൻ സ്വയം ചെയ്തു തീർക്കും. മാതാവിൻ്റെ അമലോത്ഭവ ഹൃദയത്തോട് ഡൊമിനിക് ഒരു പ്രത്യേക സ്നേഹം വെച്ചു പുലർത്തിയിരുന്നു. മറിയമേ, ഞാൻ എപ്പോഴും നിന്റെ മകനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിശുദ്ധിക്കെതിരായി ഒരു ചെറിയ പാപമെങ്കിലും ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനു പകരം എന്നെ മരിക്കുവാൻ അനുവദിക്കുക. പരിശുദ്ധ അമ്മയോട് ഡൊമിനിക് പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. എത്ര തിരക്കായാലും അവൻ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ വന്ന് ദൈവത്തോട് ഏകാന്തമായി പ്രാർത്ഥിക്കും. അവന് ദൈവവുമായി ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. അവൻ്റെ പ്രയാസങ്ങളും വിഷമതകളും അവൻ ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ചു. ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടു ഞാൻ ഏറ്റുവാങ്ങി നന്ദിയോടെ സ്തോത്രം ചെയ്തിടും അവനൻ ശരണം. ഇതിനോടകം ഡൊമിനിക്കിന്റെ ആരോഗ്യം ക്ഷയിച്ചിരുന്നു. ഡൊമിനിക് രോഗശയ്യയിലായി. അവനെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചയക്കണമെന്നതായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കാത്തിരിക്കും. കുട്ടികളെ, ഇപ്പോൾ ഡൊമിനിക് സാവിയോ നമ്മെ നോക്കി പറയുന്ന കാര്യം അതുതന്നെയാണ്. നിങ്ങളെ ഓരോരുത്തരെയും കാത്ത് ഞാൻ സ്വർഗത്തിൽ ഇരിപ്പുണ്ടെന്ന്. 15-ാം വയസ്സിൽ മരിച്ച് ഈശോയുടെ പക്കലെത്തിയ ആ വിശുദ്ധനോട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനും എല്ലാവർക്കും ഒരു അനുഗ്രഹമായി ഞാനും തീരുമെന്ന്. സ്നേഹചൈതന്യമേ, ജീവസംഗീതമേ, കരുണതൻ മലരിതൾ വിരിയുമീ വേളയിൽ ഉയരുന്നു സങ്കീർത്തനം. സ്വർഗസായുജ്യമേ, ആത്മസാഫല്യമേ, ഹൃദയമാം വീണയിൽ മധുരമായി പാടിടാം മൃദു സ്നേഹ സങ്കീർത്തനം. വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം, പാടുന്നു നിൻ ദിവ്യഗീതം, കാഴ്ചയായി വന്നിതാ